ഫുഡൊക്കെ കഴിച്ചോ? ചോറൊക്കെ കൊണ്ടു. ഇവിടുന്ന് എത്ര കിലോമീറ്റർ പോയി കാണാം നമ്മള് എടുക്കാനായിട്ട്? ഒരു 7-10 കിലോമീറ്റർ. വനത്തിക്കടെ. ഇത് നമ്മുടെ നാടൻ മഞ്ഞളല്ലേ? ഇത് നല്ല ഗുണമുള്ള മഞ്ഞള്. ഇത് വനത്തിലുണ്ടോ? ഇതാണോ നമ്മുടെ പരിപാടി? മഞ്ഞളെടുപ്പ്. കസ്തൂരി മഞ്ഞളുണ്ട്. ഈ ചെറുതായി ഇപ്പൊ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഇത് എടുക്കുന്നത് എന്നുള്ളത്. ആര്യങ്കാവിലെ വനത്തിൽ നിന്ന് കാട്ടിലെ മഞ്ഞളൊക്കെ ശേഖരിച്ച് വരുന്ന ഒരു ചേട്ടൻ നിങ്ങൾ കണ്ടോ? അപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ അനുഭവങ്ങള് എല്ലാം കിട്ടുമല്ലേ? അരി മേടിക്കാൻ പറ്റും. മടം കൊണ്ട് ഇങ്ങനെ വരുക, വിശന്ന് വരുക. ഒന്നും കഴിക്കാതെ പോവായിരിക്കും. ആനയിലേക്കടെ കയറി പോവും. എന്റെ പേര് രാജീവൻ. അപ്പൊ നമ്മള് ഇവിടുത്തെ ഉന്നതിയിലുള്ളയാണോ ആര്യങ്കാവ്? ഇതാണോ നമ്മുടെ പരിപാടി? ആര്യങ്കാവ് പഞ്ചായത്ത്. ഇതാണോ നമ്മുടെ പരിപാടി? മഞ്ഞളെടുപ്പ്. കസ്തൂരി മഞ്ഞളുണ്ട്. കസ്തൂരി മഞ്ഞളുണ്ടോ? അതോ ഈ ചണ്ണ എന്ന് പറയുന്ന ഒരു സാധനം? കസ്തൂരി മഞ്ഞൾ വേറെ ഇല്ലേ? അത് ചെറുതായി ഇപ്പൊ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഇത് എടുക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഈ വന വിഭവങ്ങൾ ശേഖരിക്കുന്ന ഫോറസ്റ്റിനാണ് കൊടുക്കുന്നത്. ഫോറസ്റ്റില് വലുതായിട്ട് ഈ മഞ്ഞൾ എടുക്കത്തില്ല. നിങ്ങൾ എല്ലാരും കിടാതെ പോയേ? എപ്പം പോയതായത്? എത്ര മണിക്കാ പോയത്? ഫുഡൊക്കെ കഴിച്ചോ? ചോറൊക്കെ കൊണ്ടു. ഇവിടുന്ന് എത്ര കിലോമീറ്റർ പോയി കാണാം നമ്മള് എടുക്കാനായിട്ട്? ഒരു 7-10 കിലോമീറ്റർ. വനത്തിക്കടെ. മൃഗങ്ങളൊക്കെ ശല്യമുള്ള സ്ഥലമല്ലയോ? ഭയങ്കര ആന. ഇപ്പൊ ആന കണ്ടോ? ഭയങ്കര. അപ്പുറത്തെ സൈഡിൽ വരാൻ സമയം ആയില്ല. വിറവ് അവിടെ നിന്ന് കൊണ്ടുവരുവാണോ? ഈ മഞ്ഞൾ കൂടാ വേറെന്തോ എടുക്കുന്നേ? അത് കാണിക്കാൻ വേണ്ടത്? ഇത് നമ്മുടെ നാടൻ മഞ്ഞളല്ലേ? ഇത് നല്ല ഗുണമുള്ള മഞ്ഞള്. ഞാൻ വിചാരിച്ച് ഈ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ ചണ്ണയില്ലേ, ഇതില് കസ്തൂരി മഞ്ഞൾ വലിയ സൂപ്പർ മഞ്ഞളല്ലേ? ഇത് നമ്മുടെ സാധാ മഞ്ഞൾ, കറി മഞ്ഞള്. ഇത് വനത്തിലുണ്ടോ? ഇത് വനത്തിൽ എങ്ങനെ പിടിക്കും? തന്നെ ഉണ്ടാവുന്നല്ലേ? പിന്നെ വേറെ എന്തൊക്കെ എടുക്കും നമ്മള്? വേറെ എന്ന് പറയുമ്പോ വേറെ തേനുണ്ടെങ്കിൽ തേനെടുക്കും. തേന്റെ സീസണൊക്കെ ഇനി ആയി വരുന്നതേ ഉള്ളു. നമ്മൾ എത്ര ദിവസം കൊണ്ടൊക്കെ തേനൊക്കെ എടുക്കാൻ കുറെ ദിവസം വേണമല്ലോ. അത് ഒരാഴ്ച ഒക്കെ കഴിക്കും. കരടി എത്ര പൊക്കത്തിരുന്നാലും എത്ര പൊക്കത്തിരുന്നാലും തേനെടുക്കും ഇല്ലയോ? കടുവയുണ്ട്. ആനൊക്കെയാണ്. ആന ഇന്ന് കണ്ടില്ല, അലക്കുന്നതൊക്കെ കേട്ട്. ഭയങ്കര വിളിയാ. വൈകിട്ട് ഇങ്ങോട്ട് വരാനുള്ള സിഗ്നൽ ആയിരിക്കും. എന്തോ രാവിലെ ഉണ്ടായിരുന്നോ? എല്ലാരും കുടുംബസമേതം പോയാണോ? എല്ലാരും പോയതാ. മക്കള് 2 പേര്, ചേച്ചി, അമ്മ, രാജുവേട്ടൻ. നമ്മള് പോയിട്ട് നമുക്ക് അത്യാവശ്യം കിട്ടിയോ? കിട്ടി. മഞ്ഞളുണ്ട്. അതും മഞ്ഞളാണ്ട്, ഇതും മഞ്ഞളാ. ആരതുകൊണ്ട് അവിടെ നിൽക്കുക? ഞങ്ങള് പോയപ്പോ അവിടെ ഉണ്ടായിരുന്നു. കൂട്ടം ഒത്തിരി ഉണ്ട്. സന്ധ്യാകുമ്പോ ഇങ്ങോട്ട് ഇറങ്ങുന്നതായ അങ്ങ് വരും, മേളിൽ കയറും. റബ്ബറിൽ കയറും അത് ആന. കരടി ശല്യമുണ്ട്. കരടി ശല്യമുണ്ട്. തേൻ തിന്നാക്കും അവിടെ. തേന് ഒരു മരത്തിന് ചവിട്ടിന്ന് എടുത്ത് തിന്നിട്ടുണ്ട്. ആ തേന്റെ ബാക്കി പുഴുവുള്ള തട്ടായത്. അത് കഴിക്കാൻ കൊള്ളാവുന്നതാ. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ? കരടി മരത്തിൽ നിന്ന് എടുത്ത് തിന്നിട്ട് വീഴുന്ന സാധനം അല്ലേ? ഇതിനകത്ത് തേനുണ്ടോ? ഇതിനകത്ത് തേനില്ല. ഇതിന്റെ മറ്റേ നമ്മുടെ പേര് പറയുന്നത് പാര്. ഞങ്ങള് പറയുന്ന പൊടിത്തട്ട്. ഇത് പെരുന്തരല്ലയോ? ഞൊടിയല്. അങ്ങനെ ഉണ്ടോ? പെട്ടി വെച്ചേക്കുന്ന തേനാ ഇത്. ഇത് മരത്തിന്റെ മുകളിൽ നിന്നല്ലേ എടുക്കുന്നത്? മരത്തിന്റെ ചവിട്ടിയെ കാണും. മുകളിലുണ്ട്. കരടിക്ക് ഇത് കറക്റ്റ് ആയിട്ട് ഊറ്റിയെടുക്കാൻ അറിയാലേ? അത് കൈയിട്ട് മാന്തി എടുത്ത് കഴിക്കുന്നതാ. നമ്മളെ കഴിക്കുന്ന പോലെ കഴിക്കും. അതാണ് അതിന്റെ പരിപാടി. അങ്ങനെ അത്യാവശ്യം നിങ്ങളുടെ കൂടെ വന്നാൽ തേനൊക്കെ എടുക്കാൻ മതി. തേനെടുക്കാം. ഭീഷണാവണം. ആയി വരുന്നല്ലേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ സംഭവങ്ങളൊക്കെ റെഡിയായി. നമ്മളെ എങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടുപോയാല് നമുക്ക് അതിന്റെ മുകളിൽ കിട്ടത്തില്ല. അങ്ങനെ നമ്മൾ ഈ വനവിഭവങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോഴത്തെ ഈ പൊന്നാമ്പു, പനംപൊടി ഇല്ലേ, അത് എടുക്കുന്നുണ്ടോ? പനംപൊടി എടുക്കുന്നുണ്ട്. ഇപ്പൊ എടുക്കുന്നുണ്ടോ? നമ്മൾ എടുക്കുന്നുണ്ടോ? ഈ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങള് അതിന് നല്ല വിലയില്ലേ? ഈ വീട്ടില് ഒരു പനം മുറിച്ചപ്പം അതിന് വിലയുണ്ടല്ലോ. അതിന് അത് കൊടുത്തിട്ടില്ലേ? കഴിക്കത്തേ ഉള്ളു. നല്ല ഗുണമുള്ള സാധനം, നല്ല വിറ്റാമിൻ സാധനമാണ്. അതൊക്കെ ശരീരത്തിൽ കയറി പിടിക്കാൻ നമ്മള് രാവിലെ കഴിക്കുന്നെങ്കിൽ വൈകുന്നേരം വരെ നമുക്ക് കാട്ടി നടക്കാം. ആഹാരം കഴിക്കണ്ട. അതുവരെ കഴിക്കും.
കളങ്ങയും അതുപോലെ. കളങ്ങ എങ്ങനെ? കളങ്ങ നമ്മള് ഊറ്റൊക്കെ കളഞ്ഞെടുത്ത് നല്ല ഇതായിട്ട് ഉപയോഗിക്കല്ലേ. അങ്ങനെ വനത്തിൽ ഒത്തിരി സാധനം ഉണ്ടല്ലോ. ഒത്തിരി ഉണ്ട്. കാട്ടുകാച്ചിലുണ്ട്. കാട്ടുകാച്ചില് നീലക്കാച്ചിലും ഉണ്ട്, അല്ലാത്ത കാച്ചിലും ഉണ്ട്. പല സീസണിലും ഉണ്ട്. ഞങ്ങളിപ്പോ ഒരു 3-4 ദിവസത്തിന് മുന്നേ ഞങ്ങള് 10-20 കിലോ മാന്തല് ഇപ്പൊ ഉണ്ടോ? മാന്തലുണ്ടല്ലോ. അത് ശരിയാ. ഞങ്ങള് ഇന്നലെ വരെ മാന്തല് പുറത്ത് കൊടുക്കത്തില്ല. ഇതൊക്കെ നമ്മൾ കഴിക്കത്തില്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിക്കാന്നെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ ഞങ്ങള് കഴിക്കത്തില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ തിന്നാൻ പണ്ട് ഉള്ള കഴിപ്പ് നിർത്താൻ പോട്ടെ, ഇപ്പൊ നമുക്ക് ഈ കാട്ടിലുള്ള സാധനങ്ങൾ കഴിക്കുമ്പോ നമുക്ക് അസുഖം. നമ്മള് അത് കഴിച്ചോണ്ടിരുന്നിട്ട് നമ്മുടെ നാട്ടിലെ അരിയും ഇല്ലേ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൃത്രിമല്ലേ, പക്ഷെ മറ്റേത് ഒറിജിനൽ അല്ലേ. അത് ഭയങ്കര ഹെൽത്താ. പണ്ടത്തെ മൂപ്പന്മാരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ആരോഗ്യം. അട്ടത്തോടൊക്കെ ചെല്ലുമ്പോ നല്ല 90 വയസ്സുള്ളവരൊക്കെ നല്ല സ്റ്റാമിനായിട്ടായിരിക്കുന്നത്. നമ്മള് കാട്ടിലെന്ന് പറയുമ്പോ കാട്ടില് ഞങ്ങൾ പണ്ട് താമസിക്കുമ്പോ ഈ കാട്ടിറച്ചിയും ഇതെല്ലാം നമുക്ക് കാട്ടിറച്ചി ഇപ്പൊ പറ്റത്തില്ലല്ലോ. അതൊക്കെ നല്ലപോലെ ശരീരത്തിന് നല്ലതാ. ചുട്ടൊക്കെ കാട്ടിറച്ചിയൊക്കെ ചുട്ട് കഴിക്കുമായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ പറ്റത്തില്ല. ആരോഗ്യവും ഇതൊക്കെ നമ്മള് 10 കിലോ ചുവട് എടുക്കാനുള്ളത് 20 കിലോ. ഇപ്പൊ നമുക്ക് ഇഞ്ചക്ഷൻ എടുത്ത പോത്തിറച്ചി കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ, അല്ലാതെ വേറെ കാര്യമുണ്ട്. ഇപ്പൊ ഒരു കൊറോണയ്ക്ക് വേണ്ടിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്തു. ആ ഇഞ്ചക്ഷൻ എടുത്തോ പിന്നെ എടുത്തവരെല്ലാം ഈ കൊറോണയ്ക്ക് 2 ഇഞ്ചക്ഷൻ എടുത്തോ? 2 ഇഞ്ചക്ഷൻ. അത് പ്രശ്നമായി അല്ലേ? പ്രശ്നമായി. ഇപ്പൊ ഈ കൈക്ക് എല്ലാ കഴപ്പും സ്റ്റാമിന കുറഞ്ഞു നമ്മുടെ. നമ്മുടെ ഈ കാട്ടിലെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതി ദത്തമായ ഔഷധമാണല്ലോ അതിനകത്തുള്ളത്. ഇപ്പോഴും പല ഔഷധങ്ങളും ഉണ്ട്, അണ്ണനൊക്കെ അറിയാമല്ലോ. അപ്പൊ അതൊക്കെ കഴിച്ചാൽ നമുക്ക് നല്ലൊരു രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന സാധനങ്ങൾ രണ്ടും കൂടെ മിക്സ് ആയിട്ട് പോകാൻ പറ്റത്തില്ല. ഈ പുളിത്തട്ട് എന്ന് പറയുന്നത് അത് നമ്മൾ കൊണ്ടുപോയിട്ട് പിഴിഞ്ഞ് കുറുക്കി കഴിഞ്ഞിട്ട് അത് എടുത്തിട്ട് ആ വെള്ളം തെളിഞ്ഞ വെള്ളം അത് ഇത് നമ്മൾ പിഴിഞ്ഞെടുക്കും. സാധാരണ നമ്മൾ തേൻ പിഴിഞ്ഞാണ് എടുക്കുന്നത്. ഊറ്റി അത് തെളിഞ്ഞ വെള്ളം കളഞ്ഞിട്ട് അത് തോരൻ വെക്കുക എടുക്കുന്ന മുട്ടത്തോരന്റെ കൂട്ടിരിക്കും. ഇത് തോരൻ വെക്കും. എനിക്ക് വലിയ ആദ്യമായിട്ടോ നമ്മുടെ അവിടെ പിഴിഞ്ഞെന്തുവാ അരക്കായിട്ട് എടുത്തിട്ട് എന്തല്ലേ ഈ തേനീച്ച കൊണ്ട് ചുറ്റി ഒട്ടിച്ചു വെക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒട്ടിച്ച് എന്തെങ്കിലും അടച്ചൊക്കെ വെക്കും. പക്ഷെ ഇതിനെ തേനിട്ട് വീഴുന്നുണ്ടല്ലേ. നേരത്തെ നമ്മള് പശുപാല് കണക്ക് വരും. അത് പിന്നെ കുറുക്കിട്ട് കഴിക്കും. ഭയങ്കര പവറാ, ബോഡി പവറാ. അത് പിന്നെ എടുത്തിട്ട് അരിച്ച് പിന്നെ മുട്ട പോലെ തോരൻ വെക്കും. വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞിട്ട് അതിട്ട് തേങ്ങയൊക്കെ തിരുമ്മിയിട്ട് തോരൻ വയ്ക്കുക. നല്ല തോരനാ. കാട്ടിൽ നിന്ന് കിട്ടുന്ന ഒന്നും കളയില്ല, കറിയും വയ്ക്കാം. അത് ശരി. എല്ലാം കഴിക്കാം. അത് ശരി. അപ്പൊ നമുക്ക് ഈ പറയുന്ന പ്രകൃതിദത്തമായ സാധനം. അപ്പൊ ഈ വനത്തിലേക്ക് കയറാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഇപ്പൊ അത് പറഞ്ഞാലും വനവാസികൾക്ക് വനത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ജീവിക്കാനും അവകാശം ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. കയ്യൗത്താൻ പറ്റിപ്പോയി എന്തെങ്കിലും ഒരു തീയ എന്തെങ്കിലും വീണ് പോയെങ്കിൽ കേസെടുക്കും. അതിന്റെ ഒരു പേടിയുണ്ട്. ഇതിപ്പോ വന്നപ്പോ ആനകൾ അവിടെ നിൽക്കുവാണോ? ആന കൂട്ടാണോ? ആ ആനകളായിരിക്കും ഇതുവഴി പാസ് ചെയ്ത് അങ്ങോട്ട് രാത്രി ഇറങ്ങുന്നില്ലേ. ഇപ്പൊ ആളെ എന്നെ കൊണ്ടാണ്ടായിരിക്കും വരാത്തെ. എല്ലാം ഇങ്ങനെ ഇറങ്ങും അല്ലേ. പിന്നെ ഇവിടെ വൈകുന്നേരം നിന്നാ ഞാനെ കാണാം. ഇപ്പൊ നമ്മള് കാട്ടിൽ പോവാന്നെങ്കിലും പടക്കനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. ഉപയോഗിക്കാനും പറ്റത്തില്ല. കൊണ്ടുപോയെങ്കിലേ ഇത് രക്ഷപ്പെടാനും പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ ഓടിച്ച് ഇതൊക്കെ മുള്ളുവേലക്കാരൊക്കെ ഈ പടക്കനൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ടേ അവര് ഈ ആനയുടെ സൗണ്ടും ഈ ആന വരാൻ നേരത്ത് അവര് പടക്കൻ പൊട്ടിക്കും. ഇപ്പോഴ് എന്ന് പറയുമ്പോ ഗണ്ണ് BVS പൈപ്പിൽ വെള്ളം നിറച്ച് പൊട്ടിക്കും. അതില് വെള്ളം ഒഴിച്ചിട്ട് കാർബൈഡ് ഇട്ട് പൊട്ടിക്കുന്നതാ. ഫോറസ്റ്റുകാർ മൊത്തം അതാ കൊണ്ടു കിടക്കുന്നത്. ജോയി കണ്ടുപിടിച്ച സാധനം അത് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ കാട്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നാ പറയുന്നത്. അവര് തന്നെ പറയുന്നത് കാട്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നും പറഞ്ഞു. അങ്ങനെ പിന്നെ കൊണ്ടുപോകാൻ ഒരാൾ കൊണ്ടുപോകാന്നെങ്കിൽ പിന്നെ എല്ലാവർക്കും വേണം. നമ്മളെ ശല്യപ്പെടുത്താനായിട്ട് നടക്കുന്നത് നമുക്ക് ഒരു പടക്കം പോലും കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരുപാട് പരാതികൾ വനവാസികൾക്കുണ്ട്. ഈ രാജീവേട്ടന് മാത്രമല്ല കേരളത്തിലുള്ള വനമേഖലയിൽ താമസിക്കുന്ന എല്ലാ ആൾക്കാരും പറയുന്ന ഇതാണ്. അവർക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നത്. അതായത് വനവാസികൾക്ക് വനത്തിൽ കയറാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കാനോ ഒക്കെ പണ്ട് മുതലെയുള്ള അവർ അവകാശമാണ്. പക്ഷേ വനം വകുപ്പ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ചില നിയമങ്ങളിൽ അവരെ കുരുക്കുന്നു എന്നുള്ളതാണ്. പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഈ രാജീവേട്ടൻ പറഞ്ഞ കണക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് സർക്കാർ ചെയ്തു കൊടുക്കണം. അല്ലാതെ അവർക്ക് പട്ടിണി കിടക്കാൻ പറ്റില്ല. അവർക്ക് വനത്തിൽ പോയി എന്തെങ്കിലുമൊക്കെ എടുത്താലേ അവർക്ക് ജീവിക്കാം. അവർക്ക് പുറം ലോകത്ത് പോയി ഒന്നും ജോലിയും ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ജീവിതം വനമാണ്, വനത്തിലെ വിഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെയാണ് ഞാനിപ്പോൾ അച്ചൻകോവിലിൽ ആര്യങ്കാവ് ഉന്നതിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഭാഗത്തുകൂടെ ആനകളൊക്കെ ഇറങ്ങിപ്പോകുന്ന ഒരു സമയമാണ്. പക്ഷെ ആളനക്കം കേട്ടതുകൊണ്ടായിരിക്കും ആനയൊന്നും വരാത്തതെന്ന് തോന്നുന്നു. ഇതൊക്കെ വളരെ വിഷമമാണ്. സർക്കാർ ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് കാര്യങ്ങൾ ആവശ്യമില്ലാത്തത് ചെയ്തു കൊടുക്കുമ്പോൾ വനവാസികൾക്ക് അവരുടെ പുനരധിവാസവും അവരുടെ ജീവിതവും ഒക്കെ നല്ല രീതിയിൽ പോകാനായിട്ട് തീർച്ചയായും ചെയ്തേ പറ്റൂ. വാക്കുകളിൽ കൂടിയല്ല, പ്രവൃത്തിയിൽ കൂടി ചെയ്ത് കാണിക്കണം.
ആനയെ ഓടിക്കാനായിട്ട് ഒരു 5-6 പേര് വേണം. അവര് ഒരു ഇതായിട്ട് പറയുന്നുമില്ല. അവര് ആന ഓടിക്കണം, 2-3 പേര് നിന്ന് ആന ഓടിക്കണം എന്നും പറഞ്ഞ് അവര് പറയത്തുമില്ല. അവര് ഒരു ചെറിയൊരു ശമ്പളം ഇട്ട് അങ്ങനെ തരത്തുമില്ല. നമ്മള് ശമ്പളം ഇല്ലാതെ വെറുതെ ഓടിക്കാനും നിൽക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ അയ്യത്തിലൊക്കെ കയറി വരുന്ന മാത്രമല്ലേ നമുക്ക് ഓടിക്കാൻ പറ്റൂ. അല്ലാതെ അടുത്ത സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റത്തില്ല. ഉറക്കമില്ല, ഉറക്കമില്ലാതെ ഇതിന്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒട്ടും ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. നമ്മൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ വനവാസികൾക്ക് ഉറക്കമില്ല. നമ്മൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാനും മൈക്ക് വെച്ച് പ്രസംഗിക്കാനും ഒക്കെ പറ്റും. പക്ഷെ പ്രാവർത്തികമാക്കാൻ എളുപ്പമാണ്. അതിന് കഴിവുള്ള മന്ത്രിമാര് അല്ലെങ്കിൽ അതിന് കഴിവുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ വേണം. അതാണ് ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഗ്രീൻ മീഡിയ വിഷൻ യാത്രകളൊന്നും അവസാനിക്കുന്നില്ല. യാത്രകൾ ഇതുപോലെ വനാന്തരങ്ങളിൽ കൂടിയും ഇതുപോലെയുള്ള ഗോത്രവിഭാഗങ്ങളുടെ ഇടയിൽ കൂടിയും കാഴ്ചകളുമായി വിരൽത്തുമ്പിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചു തരും. നിങ്ങളും അഭിപ്രായങ്ങൾ പറയുക. ആര്യങ്കാവ് ഉന്നതിയിലെ വിഷമങ്ങളൊക്കെ പരിഹരിക്കപ്പെടണം. വോട്ടൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എന്തായാലും വോട്ട് മേടിച്ചവർ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കണമെന്നാണ് പറയാനുള്ളത്.